ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ ഒരു അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് 3 ബ്രെഡ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കാം. വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. ഇനി മുട്ടയാണ് വേണ്ടത്. പുഴുങ്ങി വെച്ചിട്ടുള്ള 2 മുട്ട ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബൗൾസ് ആക്കിയിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. ഇത് മുക്കിയെടുക്കാനായിട്ട് ഒരു മുട്ട അടിച്ചെടുക്കാം. അതിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി പൊതിഞ്ഞെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാം. ബ്രൗൺ കളറായി വന്നാൽ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള അടിപൊളി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.